ബാലയുടെ അടുത്തൊരു ത്രീസം യൂണിവേഴ്സ്. എന്താണ് കാര്യം ഇത്? രണ്ട് നായികമാരില്ലാതെ ഇയാൾക്കൊരു പടം പണ്ണ അറിഞ്ഞൂടി. IMDbയിൽ വലിയ തരക്കേടില്ലാത്ത റേറ്റിംഗ് ഉള്ള ഒരു ബാലയ്യ പടം. അപ്പൊ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ ഒരു ഹോസ്പിറ്റലിയുടെ മോർച്ചറിയിൽ മരിച്ചുപോയ ബാലയെ പൊതിഞ്ഞ് കിടത്തിയിരിക്കുകയാണ്. അയ്യോ തെലുങ്കണ്ടികളെ, എന്നെ കൊല്ലല്ലേ, ട്വിസ്റ്റ് ഉണ്ട് വെയിറ്റ്. മരിച്ചു കിടക്കുന്ന ഗാരുവിന്റെ കാലിൽ ഒരു എലി വന്ന് കടിക്കുമ്പോ ഗാരു അങ്ങ് ഉണരും. തെലുങ്കണ്ടികൾ ഇപ്പൊ ഹാപ്പി ആയില്ലേ? நீங்க இறந்து போனதா நினைச்சு உங்களை மார்ச்சுவரியில வச்சிட்டோம். ஆனா பார்த்தா திடீர்னு உங்ககிட்ட அசைவுகள் ஏற்பட்டுச்சு. இட்ஸ் a medical miracle. என்னோட மெடிக்கல் ப்ரொஃபஷன்ல இந்த மாதிரி ஒன்றரை இப்பதான் பாக்குறேன். ഫ്രഷ് ഇതുവരെ ഡോക്ടർമാർ പറയാത്ത നല്ല ഫ്രഷ് ഡയലോഗ് എടുത്തോണ്ട് പോടേ. പക്ഷെ കോമയിൽ നിന്നും എണീറ്റ് ഗാരു ഗജിനി കളിക്കും. ഗാരുവിന്റെ മാതാപിതാക്കൾ വരുമ്പോൾ ഗാരു പറയും ഇതല്ല എന്റെ മാതാപിതാക്കൾ എന്ന്. ഗാരു എന്നിട്ട് ഹോസ്പിറ്റലിയുടെ പുറത്തിറങ്ങിയിട്ട് ഇളുത്തൊരു വലി വലിക്കും. അപ്പോഴേക്കും ഏകദേശം കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എന്നിട്ട് ട്രെയിൻ കയറി നേരെ ചെന്നൈയിലോട്ട് തിരിക്കും. ഗാരുവിന്റെ ഫാൻസ് അസ്വസ്ഥരായതുകൊണ്ട് ഫാൻസിനെ ആഘോഷിക്കാൻ ഒരു മാസ സീൻ അങ്ങ് കയറ്റും. ഒരു കാര്യമില്ലാത്ത ഒരു പെണ്ണിനെ കുറെ എണ്ണം കൂടി ചേർന്ന് വളയും. അവളാണെങ്കിൽ കറക്റ്റ് ഓടിച്ചെന്ന് ഇതുവരെ മുൻപരിചയമില്ലാത്ത ഈ പൊട്ടൻ ഗാരുവിനെ അമിക്കൊണ്ടിരിക്കും. പെൺകളെ മതിക്ക കത്തുക്കോ. എന്നിട്ട് ഗാരു എല്ലാരെയും നോക്കി പേടിപ്പിക്കും. ഇങ്ങനെ പേടിക്കലടാ. പേടിപ്പിച്ചു വിട്ട സന്തോഷത്തിൽ കൂടെയുള്ള കൃഷ്ണഭക്തർ എല്ലാരും കൂടി ചെന്ന് ഒരു ഡാൻസ് അങ്ങ് കളിക്കും. ഈ പാട്ടുപാടി ഡാൻസ് ചെയ്യാൻ ട്രെയിനിന്റെ ഡ്രൈവർ അവർക്ക് വേണ്ടി ഓരോ സ്റ്റേഷനിലും നിർത്തി കൊടുക്കും. എന്നിട്ട് എല്ലാരും വരിവരിയായിട്ട് നിന്ന് ഡാൻസ് കളിക്കും. ഡാൻസ് ചെയ്ത് ക്ഷീണിച്ച ഗാരു നേരെ ചെന്നൈയിൽ ഒരു വീട്ടിൽ കയറിയിട്ട് അതെന്റെ സ്വന്തം വീടാണെന്ന് പറയും. 1930 എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കളിച്ചു വളർന്ന വീടാണ് ഇതെന്നും പറഞ്ഞ് ബാലയ്യ തർക്കിക്കും. പക്ഷെ ആ വീട് 2010 വെച്ചതായിരുന്നു. അവിടെ നിന്ന് നാറി പുറത്തിറങ്ങിയ ഗാരു റോഡിൽ കൂടി പോണ തൃശ്ശയെ കണ്ടിട്ട് ദോണ്ടേ അതാണ് എന്റെ കാമുകി എന്നും പറഞ്ഞിട്ട് പോയി അങ്ങ് പിടിക്കും. എന്നിട്ട് ഗാരു ഒരു തൊലിഞ്ഞ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. நான் இது வரைக்கும் எந்த பையனோடையும் ரெஸ்டாரண்ட்ல மீட் பண்ணதே இல்ல. പയ്യനാ? ഏത് പയ്യൻ? ഈ കളവനാ? കോഫി കുടിച്ച ശേഷം ഗാരു തൃശ്ശയെ കൂട്ടിയിട്ട് ഒരു ഡാൻസ് കളിക്കാൻ പോകും. ഇങ്ങേർക്ക് നായികമാരുടെ കുണ്ടിയിൽ തബല അടിക്കാതെ ഡാൻസ് കളിക്കാൻ പറ്റൂലേ? ഈ തുലിഞ്ഞ കഥ കേട്ട നായിക. ഇത്രയുള്ള ഇവർ തമ്മിലുള്ള ബന്ധം. ഒരു കോഫി കുടിച്ച് ഡാൻസ് കളിച്ചു. ഉടനെ അവളെ പിടിച്ച് ഗാരു കാമുകിയാക്കി. അങ്ങനെ മഹാലക്ഷ്മിയും അണ്ണാക്കിൽ കൊടുത്തിട്ട് പോകും. ഇതൊക്കെ കണ്ട് കോപം കൊണ്ട് ജ്വലിച്ച ബാലയെ ഗാരു ഇതൊക്കെ കൊണ്ട് തന്നെ ഫോർഡ് ഇന്ത്യൻ മാർക്കറ്റ് പൂട്ടിക്കെട്ടിട്ട് പോയത്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഈടെ കിളവ, ഒരു മര്യാദക്ക് വേണ്ടേടേ. ഗാരു അവിടെ വെച്ച് കാറിൽ കയറി പോണ രണ്ടുപേരെ കണ്ടിട്ട് അവരെ പുറകെ ചേസ് ചെയ്ത് പോയിട്ട് അവരെ അമ്മ അച്ഛ എന്ന് വിളിക്കും. അമ്മ ഏമാ അപ്പ இந்த மாதிரி பேசுறாரு? தம்பி யார் நீ? പക്ഷെ അവർക്ക് ഇവനെ അറിഞ്ഞുകൂടാ. അങ്ങനെ കേസായി പോലീസായി വള്ളിയെ നിൽക്കുമ്പോൾ മുംബൈയിൽ നിന്ന് ഗാരുവിന്റെ ഒറിജിനൽ ഡാഡി മമ്മി വന്നിട്ട് പറയും, സാറേ ഗാരുവിന് ലേശം വട്ടുണ്ട്, അവനെ വെറുതെ വിടണമെന്ന്. വെറുതെ വിളിച്ചാലൊന്നും ഗാരു വരൂല എന്ന് മനസ്സിലാക്കി അവർ ഗാരുവിന്റെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിക്കും. അവർ മുംബൈയിൽ നിന്ന് രാധികയെ അപ്പുട്ടേനെ ഇറക്കും. എന്നിട്ട് അവരുടെ വക ഫ്ലാഷ് ബാക്ക്. അവർ പറയും, മോനെ നീ ശരിക്കും ഡാൻസ് കളിച്ചത് തൃശ്ശയായിട്ടല്ല രാധികയായിട്ടാണെന്ന്. ഗാരുവിന് ബിസിനസ്സിൽ കുറെ ശത്രുക്കൾ ഉള്ളതുകൊണ്ട് ബിസിനസ് എനിമീസ് എല്ലാവരും ചേർന്നാണ് ഗാരുവിന്റെ തലയടിച്ച് പൊളിച്ച് ഈ പരിവാക്കിയതെന്ന് പറയും. പക്ഷെ ഇതൊന്നും ഗാരു വിശ്വസിക്കൂല. അവസാനം അവർ DNA ടെസ്റ്റ് വരെ നടത്തും. DNA ടെസ്റ്റ് റിപ്പോർട്ടില് ഇവർ ഉങ്ക പയ്യൻ പ്രൂവ് ആയി. എന്നിട്ട് ഗാരു അവിടെ കിടന്ന് എന്തൊക്കെയെ കാണിക്കും. അവസാനം വേറെ വഴിയില്ലാതെ ഗാരു ഇതെല്ലാം മനസ്സോടെ വിശ്വസിച്ച് തൃശ്ശയെ വിട്ട് രാധികയെ കെട്ടിപ്പിടിച്ച് മുംബൈയിലോട്ട് പോകും. തൃശ്ശ പോയാൽ എന്താ, രാധിക കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഗാരു പോകുന്നത്. പോകുന്നതിന് മുമ്പ് ശല്യപ്പെടുത്തി എല്ലാരെയും കണ്ട് മാപ്പ് പറയാൻ വരുമ്പോഴേക്കും ഗാരു അവിടെ അടികൊണ്ട് വീഴും. താങ്ക് യു. മുഖത്തെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. അവൻ ഐസ്ക്രീം കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നു. അപ്പോഴാണ് നല്ല കൊടൂര ടെസ്റ്റ്. நீ என் புள்ளதாண்டா, என் புள்ளையேதா. நீ காட்ஸே இல்லடா, ബോസ്ദാ. ഉണ്ണിയാണ് തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടപുരി. ലൈവ് പരിപാടി നശിപ്പിച്ചനെ. തള്ളേ, ഞാൻ ഒരു 1000 വട്ടം പറഞ്ഞല്ലേ ഞാൻ നിങ്ങളുടെ മോനാണെന്ന്. അപ്പൊ അവരുടെ അമ്മയുടെ എന്താണ് ഗാരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ട്. എന്നിട്ട് ഗാരുവിന്റെ ഒറ്റയാൾ പോരാട്ടം.
അടിപൊളി. സംഭവം എന്താന്ന് വെച്ചാൽ ഗാരു പണ്ട് CBI ഓഫീസർ ആയിരിക്കുന്ന സമയത്ത് ഫ്രഷ് വില്ലനായ പ്രകാശ് രാജിന് ഒരു മോഹം തോന്നും CM ആവണമെന്ന്. അതിനുവേണ്ടി ഓൾറെഡി CM ആയിട്ടിരിക്കുന്ന നന്മയോടെയായ ഇങ്ങേരെ പ്രകാശ് രാജ് സ്വന്തം തുണ്ട് കാണിച്ച് അറ്റാക്ക് വരുത്തി കൊല്ലും. തുണ്ട് കണ്ടുവരെ അറ്റാക്ക് വന്ന് തുടങ്ങിയ ബോയ്സ് നമ്മൾ സേഫ് അല്ല. അങ്ങനെ പ്രകാശ് രാജ് CM ആവും. തട്ടിപ്പോയ CM-ന്റെ കേസ് അന്വേഷിക്കാൻ ഗാരു വരും. പക്ഷേ വന്നിട്ട് ചെയ്യുന്നത് எனக்கு அவர் வேணும். എല്ലാ പടത്തിലും ഇത് തന്നെയാണല്ലോടെ. എല്ലാ നായികമാർക്കും ഇങ്ങേരെ വേണം. എന്നിട്ട് അച്ഛന്റെയും മോളുടെയും വക ഒരു സേവ് ദ ഡേറ്റ്. ഡാൻസിന് ശേഷം ഇനി കുറച്ച് കേസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഗാരു സ്വന്തം തുണ്ട് കണ്ട് തട്ടിപ്പോയ CM-ന്റെ കേസ് പ്രകാശ് രാജ് ആണ് കൊന്നതെന്ന് ഒരു ലാപ്ടോപ്പിലാക്കി വെക്കും. ആ ലാപ്ടോപ്പിന്റെ പ്രത്യേകത എന്തെന്നാൽ അതിനുള്ള പാസ്വേഡ് അടിക്കാതെ അതിന്റെ ഓണർ ബാലയെ മരിക്കാതെയോ അത് ആർക്കും തുറക്കാൻ പറ്റില്ല. ബാലയെ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. അതെന്തായാലും നടക്കാൻ പോണില്ല. അങ്ങനെ ഈ കാര്യം പുറത്തു വരാതിരിക്കാൻ പ്രകാശ് രാജ് നൈസായിട്ട് IAയെ കോമയിലാക്കും. കണ്ണന്റെ കിണ്ടി മിണ്ടാണ്ടിരുന്നള്ളേ. അങ്ങനെ കോമയിലാക്കിയിട്ട് CM ഗാരുവിന്റെ യഥാർത്ഥ കുടുംബത്തെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് ഗാരുവായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് അഭിനയിക്കാൻ പറയും. എന്നിട്ട് പുതിയ ഡാഡിനെയും മമ്മീനെയും പെണ്ണിനെയും അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ ഗാരുവായിട്ടൊന്ന് കണ്ടുപരിചയം മാത്രമുള്ള അഭിനയിക്കാൻ വന്ന രാധിക അപ്റ്റേക്ക് ഇപ്പൊ ഗാരുവിനോട് ഒടുക്കത്ത പ്രേമം തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. அது பொய்ன்னு தெரியும். ஆனா அதுவே உண்மையாயிட்டா ரொம்ப சந்தோஷமா இருக்கும். എന്നിട്ട് ഗാരുവിന് വേണ്ടി തൃഷയും രാധികയും കൂടി മത്സരിച്ചടി കൂടും. இவர் ஏன் புருஷன்? வாங்க போலாம். அவரு இவரு പുരുഷനാ? എടി മോളെ, നിന്റെ തന്തയുടെ പ്രായം ഉണ്ടല്ലോ ഇങ്ങേർക്ക്. അപ്പൊ ഗാരു എന്ത് ചെയ്യും? ആസ് യൂഷ്വൽ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ഒരു ത്രീസം ഡാൻസ് അങ്ങ് കളിക്കും. കുണ്ടി പിടുത്തം തുടങ്ങി. പടം തീരെ ഇനി 10 മിനിറ്റേ ഉള്ളൂ. അതിന്റെ ഇടയിലാണ് ആ കിളവന്റെ കഴപ്പ്. അവസാനം ഗാരു എന്ത് ചെയ്യും? ആ ലാപ്ടോപ്പിലുള്ള കാര്യം പുറത്തു വരാൻ വേണ്ടിട്ട് അങ്ങ് ചാവാൻ പോകും. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങർക്ക് മുടിയും വളർന്ന ചാവാൻ പോണ ഗാരുവിനെ പ്രകാശ് രാജ് പൂട്ടും. പക്ഷെ ഗാരു ആരാ മുതല്? ഇപ്പൊ കണ്ടോ മഹാ അപരാധം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇമാതിരി അപരാധമൊക്കെ കണ്ട ആർക്കായാലും BP കൂടും. ഗാരു എന്നിട്ട് പാലത്തിന്റെ മണ്ടയിൽ നിന്നും ചാടിച്ചാവാൻ നോക്കും. എന്നിട്ടും രക്ഷയില്ല. ഒരു ഹെലികോപ്റ്റർ വന്നിട്ട് ബാലയെ തൂക്കും. എന്നാൽ ബാലയെ ആരാ മുതല്? ഷൂസിന്റെ ഇടയിൽ നിന്നും കത്തി പുറത്തിറക്കിയിട്ട് ആ റോപ്പ് മുറിച്ച് റെയിൽവേ ട്രാക്കിൽ വന്ന് ഇറങ്ങും. അവസാനം ട്രെയിൻ അടിച്ച് ചാവാമെന്ന് തീരുമാനിക്കും. ഇതൊക്കെ TVയിൽ കണ്ടോണ്ട് ബാക്കി CBI ഓഫീസേഴ്സ് ഇരിക്കുകയാണ്. നല്ല ആംഗിള്. ഇത് എങ്ങനെ എടുത്തടേ? ന്യൂസ് റിപ്പോർട്ടർ ബാലയെ ട്രെയിൻ അടിച്ച് ചാവുമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് ട്രെയിനിന്റെ മണ്ടയിൽ ക്യാമറ വെച്ചെടുത്തതാ. അങ്ങനെ ബാലയ്ക്ക് മാത്രം അറിയാന്നുള്ള ആ രഹസ്യം ഇന്ദ്രജ CBI കണ്ടുപിടിക്കും. അങ്ങനെ ഇന്ദ്രജ ആ കേസ് സോൾവ് ആക്കും. ബാലയ്യ വടിയുമാവും. ഡേഡി ചുമ്മാ കിളവൻ ചത്തില്ല, ഇവനൊക്കെ ചാവും തോന്നണ. അങ്ങനെ പ്രകാശ് രാജിനെ പടമാക്കിയിട്ട് ബാലയ്യ പടം തീർക്കും. ശേഷം ഗാരു നേരെ ചെന്നത് കൊച്ചുമക്കളെ കാണാനാണ്. ബാലയ്യയുടെ വാർദ്ധക്യം അവരുടെ കൂടെ ചിലവഴിക്കാനാണ് ബാലയ്യയുടെ പ്ലാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കൂ ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കീറണമെന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ കമന്റിൽ അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മളത് വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.